19 ക്ഷീണം മാറ്റാൻ ഇടതുപക്ഷം, അന്ന് കിട്ടിയത് നിലനിർത്താൻ UDF, ഒന്നെങ്കിലും തരപ്പെടുത്താൻ BJP. സർക്കാർ ഗവർണർ പോര്, സാമ്പത്തിക പ്രതിസന്ധി, മാസപ്പടി വിവാദം, പൂരം പ്രതിസന്ധി, കരുവന്നൂർ അഴിമതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM-നും കോൺഗ്രസിനും നിർണായകമാണ്. 2019 ക്ഷീണം എന്ത് വില കൊടുത്തും തീർത്തേ മതിയാകുമെന്ന അവസ്ഥയിലാണ് CPM. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നവകേരള സദസ്സ് കൊണ്ട് തുടക്കം കുറിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു CPM. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. സർക്കാരിന് മൈലേജ് ഉണ്ടാക്കാൻ തുടങ്ങിയ കേരള പര്യടനം അവസാനിച്ചപ്പോൾ കോൺഗ്രസിന് രാഷ്ട്രീയ ഊർജം കിട്ടിയ അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. സമരങ്ങളില്ലാതെ മരവിച്ചു കിടന്ന KSUവും സംഘടനാ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ കുഴഞ്ഞുമറിഞ്ഞു നിന്ന യൂത്ത് കോൺഗ്രസും രണ്ടാം പിണറായി സർക്കാരിനെതിരെ കാര്യമായ പ്രക്ഷോഭങ്ങളൊന്നും വിജയിപ്പിക്കാൻ സാധിക്കാതിരുന്ന കോൺഗ്രസും സടകുടഞ്ഞെഴുന്നേറ്റ ഞെട്ടൽ CPM-നുണ്ടായി. വികസന നേട്ടങ്ങളും ജനകീയ പദ്ധതികളും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സാധിച്ചെങ്കിലും മാധ്യമങ്ങളിലൂടെ നവകേരള സദസ്സിന് കിട്ടിയത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന വിലയിരുത്തൽ CPM-ലെ ഒരു വിഭാഗം നേതാക്കൾക്കുമെങ്കിലും ഉണ്ട്. എന്നാൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കേന്ദ്ര സർക്കാരിന്റെ വരിഞ്ഞുമുറുക്കലാണെന്ന പാർട്ടി വാദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചെന്ന വിലയിരുത്തലിലാണ് CPM നേതൃത്വം. പിണറായി വിജയന് നേരെയാണ് എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുന. പോലീസിനെതിരായ വിമർശനങ്ങൾ, മകൾ വീണ വിജയനെതിരായ ആരോപണങ്ങൾ, ലൈഫ് മിഷൻ വിവാദങ്ങൾ, സർക്കാരിന്റെ ധൂർത്ത്, സർവകലാശാല VC നിയമനങ്ങൾ തുടങ്ങി കഴിഞ്ഞ വർഷം പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാനുള്ളതായിരുന്നു. മറ്റൊരു ആരോപണത്തിനും ഏറെ നാൾ ആയുസില്ലെന്നും മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മാത്രമാണ് ചർച്ചാ പ്രാധാന്യം കിട്ടുന്നതെന്നും പ്രതിപക്ഷം മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. അതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തിലും പിണറായി വിജയൻ തന്നെയാകും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനം. കേരളത്തോടുള്ള ചൊരുക്കുമാറാത്ത കേന്ദ്രം ഇനിയും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് 2024 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്ന്. BJP കേരള രാഷ്ട്രീയത്തിൽ 2024 എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. തൃശൂരും തിരുവനന്തപുരവുമാണ് BJP ഉന്നയിക്കുന്ന ലോക്സഭാ സീറ്റുകൾ. എന്തായാലും ലോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് നിന്ന് രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ് ആണ്. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ 70% പേരാണ് ജനവിധി കുറിച്ചത്. ഏറ്റവും ഒടുവിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് 6 മണിക്ക് സംസ്ഥാനത്ത് പോളിംഗ് 67.27%. 6 മണി വരെ ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട്. ഇവർക്ക് ക്യൂ അനുസരിച്ച് വോട്ട് ചെയ്യാനാകും. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് 60% കടന്നു. പലയിടത്തും ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട്. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളുമെല്ലാം തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ചു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2,77,49,159 വോട്ടർമാരാണ് ആകെയുള്ളത്. കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ്. ഇടുക്കിയിലാണ് കുറവ്. സംസ്ഥാനത്താകെ 1800 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും കയ്യാങ്കളികളും ഉണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു സംസ്ഥാനത്തെ വോട്ടെടുപ്പ്.